അപ്പം എല്ലാവർക്കും ബ്രൂക്ക് സ്കെയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കൺജഷൻ കൺട്രോളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കൺജഷൻ കൺട്രോളിനെ കുറിച്ച് പറയുമ്പം നമ്മൾ 3 അൽഗോരിതംസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? കൺജഷൻ കൺട്രോൾ പോളിസീസ് ആയിട്ട് നമ്മൾ 3 അൽഗോരിതംസ് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അതേതൊക്കെയായിരുന്നു? സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം, കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം, കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം. അങ്ങനെ 3 അൽഗോരിതംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കൺജഷൻ ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെയാണ് സെൻഡർ വിൻഡോ സൈസിനെ അസൈൻ ചെയ്യുന്നതെന്ന് നോക്കി. അതായത് നമുക്ക് റിസീവർ വിൻഡോ സൈസ് ആയിട്ടോ അല്ലെ കൺജഷൻ വിൻഡോ സൈസോ ആയിട്ട് എന്തെടുക്കാം? സെൻഡർ വിൻഡോ സൈസിനെ എടുക്കാം. അപ്പം നമ്മൾ അതിൽ നിന്ന് എന്ത് പറഞ്ഞു? മിനിമം ഏതാണോ ആ മിനിമത്തിനെ നമ്മൾ എന്ത് ചെയ്യും? സെൻഡർ വിൻഡോ സൈസായിട്ട് എന്ത് ചെയ്യും? അസൈൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ എന്താണ് ഫ്ലോ കൺട്രോളും എന്താണ് കൺജഷൻ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്തു? നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നൊരു കൺക്ലൂഷൻ കണ്ടെത്തി. എന്താണ്? അതായത് കൺജഷൻ വിൻഡോ സൈസാണ് കൂടുതൽ ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, റിസീവർ വിൻഡോ സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൺജഷൻ വിൻഡോ സൈസാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? നമ്മൾ ഫ്ലോ കൺട്രോൾ അപ്ലൈ ചെയ്യും. രണ്ടാമത്തെ കേസിൽ കൺജഷൻ വിൻഡോ സൈസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺജഷൻ കൺട്രോൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ കൺജഷൻ കൺട്രോൾ പോളിസീസിൽ നമ്മൾ 3 അൽഗോരിതംസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആ ഒരു 3 അൽഗോരിതംസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിൽ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 1 MSS is equal to 100 bytes. അതേപോലെ threshold value is equal to 1600 bytes എന്ന് സെറ്റ് ചെയ്തു. അതേപോലെ കൺജഷൻ വിൻഡോയുടെ സൈസ് അത് സെറ്റ് ചെയ്യുന്നു. 300 bytes സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം തുടങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇപ്പൊ എഴുതിയത്. അപ്പൊ ഈ കൺജഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഏതൊരു സിറ്റുവേഷനിലാണ്, അതായത് ഏതൊരു പോയിന്റിലാണ് കൺജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ത്രെഷോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം ഏതൊരു ലിമിറ്റ് വരെയാണ്, ഏതൊരു പോയിന്റ് വരെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് കാണിച്ചിട്ടുള്ളത് ഇവിടെ. ഈ ത്രെഷോൾഡ് ഈസ് ഈക്വൽ ടു 1600 bytes സ്പെസിഫൈ ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു കൺജഷൻ വിൻഡോന്റെ ഹാഫ് ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ത്രെഷോൾഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ 1 MSS എന്നുള്ളത് മാക്സിമം സെഗ്മെന്റ് സൈസ് ആണ്. അതായത് ഒരു സമയത്ത് സെന്റർക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന സെഗ്മെന്റിന്റെ സൈസ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. 1 MSS സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 1 MSS എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 100 bytes എന്നാണ്. ഈ 100 bytes ഇപ്പൊ നമ്മള് 2 MSS എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താവും? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 200 bytes ആണ്. നമ്മൾ 4 MSS എന്ന് പറഞ്ഞാൽ അതെന്താണ്? 400 bytes ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻഡേഴ്സ് TCP, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതൊരു റിസീവേഴ്സ് TCP, ഇങ്ങനെ രണ്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സെന്റർ എന്ത് ചെയ്യുന്നു? ഒരു 1 MSS എന്താണ് എന്ത് ചെയ്യുന്നത്? അത് ഇനീഷ്യലി സെൻഡ് ചെയ്യുന്നു. അപ്പം 1 MSS-ന് റെസ്പെക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും? റിസീവർ എന്നൊരു അക്നോളജ്മെന്റ് വരും. അത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? ACK, ജസ്റ്റ് ACK1 എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ACK, അതായത് നമുക്ക് ഈ ഒരു 1 MSS-ന്റെ ACK-നെ നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് ACK എന്ന് വിളിക്കാം. അതായത് ഈ 100 MS-ന്റെ ACK നമുക്ക് എന്ത് വിളിക്കാം? ഈ 100 MS-ന്റെ ACK നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് ACK എന്ന് വിളിക്കാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിന് നടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അക്നോളജ്മെന്റിന്റെ വാല്യൂ അതേപോലെ നമ്മൾ സെൻഡ് ചെയ്ത നമ്മുടെ സെന്ററിന്റെ, അതായത് സെന്ററിന്റെ വിൻഡോ സൈസും കൂടെ കൂട്ടിയിട്ട് ഈ MSS കൂടെ കൂട്ടിയിട്ടുള്ള ഇതായിരിക്കും എന്ത് ചെയ്യാൻ നെക്സ്റ്റ് സെഗ്മെന്റ് സെൻഡ് ചെയ്യാം. അതായത് എന്താണ്? 1+1 2 MSS എന്ത് ചെയ്യും? നെക്സ്റ്റ്
സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്യുന്നതിന് നെക്സ്റ്റ് അക്നോളജ്മെന്റ് എന്ത് വരും? ടു ACK എന്റെ അക്നോളജ്മെന്റ് എന്ത് വരും? ഈ ഒരു 2 ACK ആയിട്ട് വരും. അപ്പൊ ഇതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ MSS, ഈ ഒരു സെൻഡ് ചെയ്ത MSSഉം അക്നോളജ്മെന്റും കൂടെ കൂട്ടിയിട്ട് അടുത്ത് എന്ത് ചെയ്യും? നമ്മുടെ 4 MSS ആയിട്ട് സെൻഡ് ചെയ്യും. അത് എന്ത് ചെയ്യും? റെസ്പെക്റ്റീവ് ACK വരാൻ പോകുന്നത് എന്തായിരിക്കും? 4 ACK ആയിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് ACK ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 MSS എന്ന് പറയുന്നതാണ് 100 bytes ആണ്. ഇവിടെ 2 MSS ആകുമ്പോൾ എന്തായി? 200 bytes ആയി. 4 MSS എന്ന് പറയുമ്പോൾ എന്തായി? 400 bytes ആയി. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി 8 MSS ആയിരിക്കും. അതെന്ത് ചെയ്യുന്നു? 8 MSSനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. 8 MSS എന്ന് പറഞ്ഞാൽ എന്താണ്? 800 bytes ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിന് വിൻഡോ സൈസ് എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു എക്സ്പോണൻഷ്യൽ ടേമിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാവും. അതായത് ഇവിടെ ഈ 1 MSS എന്ന് പറയുന്നത് എന്താണ്? 2⁻0 ആണെന്ന് പറയുന്നത് ഈ 1 MSS എന്ന് പറയുന്നത്. ഇവിടത്തേക്ക് വരുമ്പോൾ എന്താണ്? 2⁻1. ഇവിടത്തെ വന്നാൽ 2⁻2. അതാണ് ഈ 4 MSS എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്? ഇതിനൊരു ഫാഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു അൽഗോരിതം എന്താണ് ചെയ്യുന്നത്? എക്സ്പോണൻഷ്യൽ മാനറിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പോണൻഷ്യൽ മാനറിൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം? എന്ത് ചെയ്യും? ഇനീഷ്യലി ഒരു സ്ലോ റേറ്റിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ റേറ്റിൽ എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ആവും. എവിടെ വരെ? ടിൽ ദ ത്രെഷോൾഡ് വാല്യൂ വരെ. അതായത് ഇപ്പൊ ഇവിടെ ത്രെഷോൾഡ് വാല്യൂ എവിടെയാണ്? 1600 bytes. അപ്പൊ നെക്സ്റ്റ് ഇതിലൊരു ACK വരുന്നത് എന്തായിരിക്കും? 8 ACK ആണ്. അതിനുശേഷം വരാൻ പോകുന്ന സെൻട്രൽ സെൻഡ് ചെയ്യാൻ പോകുന്നത് എന്തിനാ? 16 MSS ആണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം ബ്രേക്ക് ആവുന്നത്. അതായത് ഇതെന്ത് ചെയ്യും? ഇവിടെ എത്തുമ്പോഴത്തേക്ക് ത്രെഷോൾഡ് റീച്ച് ആവും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു, അതാണ് ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചത്. എന്താണ്? The sender sends the data very slowly. അതായത് ഫസ്റ്റ് നിന്ന് 1 MSS, അത് കഴിഞ്ഞ് 2 MSS ഇങ്ങനെ സ്ലോ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസ് rapidly to reach the threshold. When the threshold reach the data rate, then it's reduced to avoid the congestion. അപ്പൊ എന്ത് ചെയ്യും? എന്താ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഒരു സ്ലോ റേറ്റ് തുടങ്ങുന്നത് എന്ത് ചെയ്യും? ത്രെഷോൾഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് കൺജഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ റേറ്റ് എന്ത് ചെയ്യും? കുറക്കും. അപ്പൊ the slow start increase center window size based on the acknowledgement. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ ഒരു 1 MSS എന്നുള്ള വാല്യൂ പിന്നെ അതിന് റെസ്പെക്റ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്? 1 acknowledgement ആണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള വാല്യൂ ആണ് നെക്സ്റ്റ് ടൈം സെൻഡ് ചെയ്യുന്ന സെന്റർ വിൻഡോ സൈസ് മാറുന്നത്. അതായത് 2 MSS. അത് കഴിഞ്ഞിട്ട് ഈ 2+2 എന്താവും? 4 MSS ആവും. ഈ 4+, അതായത് 4+4 എന്ന് പറയുന്നത് 8 ആവും. 8+8 16. അപ്പൊ ഇങ്ങനെ ഒരു മാനറിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്തു? ഡ്രോ ചെയ്തെടുത്തു. എന്താണ്? നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. The slow start algorithm പിന്നെ വിൻഡോ സൈസ്, സെന്റർ വിൻഡോ സൈസ് ഇൻക്രീസസ് എങ്ങനെ? എക്സ്പോണൻഷ്യൽ മാനർ. എക്സ്പോണൻഷ്യൽ മാനർ. അപ്പൊ നമുക്ക് ഇതിനെന്ത് വിളിക്കാം? ഈ ഒരു സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിന് വേറൊരു പേരിട്ട് വിളിക്കാം. എന്താണ്? എക്സ്പോണൻഷ്യൽ അൽഗോരിതം. എക്സ്പോണൻഷ്യൽ അൽഗോരിതം. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തില് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? കൺജഷൻ അവോയ്ഡൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അതൊരു നോട്ടാക്കി നമുക്ക് എഴുതാം. എന്താണ്? ജസ്റ്റ് the slow start algorithm increases till ഇവിടം വരെ ത്രെഷോൾഡ് വരെ. എങ്ങനെയാണ് ത്രെഷോൾഡ് വരെ ഇൻക്രീസ് ചെയ്യുന്നത്? till threshold in a exponential manner. Exponential manner. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ടായിട്ട് എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്, അതായത് ഈ ത്രെഷോൾഡ് റീച്ച് ആയതിനു ശേഷം എന്ത് ചെയ്യും, നമ്മൾ അടുത്തൊരു അൽഗോരിതത്തെ പരിചയപ്പെടും. ആ അൽഗോരിതത്തിന്റെ പേരാണെന്ന് പറയുന്നത് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കൺജഷൻ അവോയ്ഡൻസ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമ്മൾ എവിടെ എത്തി, 16 MSS എത്തി. 16 MSS നമ്മളിപ്പം കറന്റ് എന്ത് ചെയ്യുന്നത് ചെയ്തത്, ഈ ഒരു പോയിന്റ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്ലോ സ്റ്റാർട്ട് മാറി എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺജഷൻ അവോയ്ഡൻസ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു കൺജഷൻ അവോയ്ഡൻസിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു റാപ്പിഡ് ആയിട്ടുള്ള, അതായത് റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള, അത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള ഈ ഒരു ഡാറ്റ റേറ്റിനെ, അതായത് സ്ലോ സ്റ്റാർട്ടിന്റെ ഡാറ്റ റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺജഷൻ അവോയ്ഡൻസ് എന്ന് പറയുന്ന അൽഗോരിതത്തെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ്, അപ്പൊ എങ്ങനെയാണ് ഈ കൺജഷൻ അവോയ്ഡൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് നമുക്ക് നോട്ടായിട്ട് എഴുതാം. എന്താണ്, സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിന്റെ സെന്ററിന്റെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിപ്പെൻസ് ഓൺ എന്താണ് പറഞ്ഞത്, ആക്നോളജ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ സ്ലോ സ്റ്റാർട്ട് പറഞ്ഞപ്പം നമ്മൾ എന്ത് പറഞ്ഞു, സ്ലോ സ്റ്റാർട്ട് പറഞ്ഞു 1 MSS വന്നു കഴിഞ്ഞാൽ അതിന് 1 acknowledgement കിട്ടും. 1+1 2 MSS ആണ് നെക്സ്റ്റ് ടൈം, അതായത് മാക്സിമം സെഗ്മെന്റ് സൈസ് ആണ് ഇതാക്കുക. 200 ബൈറ്റ്സ് സെൻഡ് ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, 2 acknowledgement വരുന്നു. 2+2 4 acknowledgement നെക്സ്റ്റ് ടൈം ടിൽ എവിടം വരെ, ത്രെഷോൾഡ് വരെ, അതായത് 16 MSS നമ്മൾ പറഞ്ഞൊരു ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ സെറ്റ് ചെയ്ത ഒരു വാല്യൂ വരെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടൈം ഈ ഒരു ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ സ്ലോ സ്റ്റാർട്ട് ഡിപ്പെൻഡ് ചെയ്തത് എന്തിലാണ്, ആക്നോളജ്മെന്റിലാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ എഴുതാം, എന്താണ്, നോട്ട് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദ സെന്റർ വിൻഡോ സൈസ് ഇൻ കൺജഷൻ അവോയ്ഡൻസ് ഡിപ്പെൻസ് ഓൺ എന്താണ്, RTT. ഈ ഒരു ടേം നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ഓൾറെഡി ഡാറ്റ ലിങ്ക് ലെയർ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നെറ്റ്വർക്ക് പെർഫോമൻസ് പാരാമീറ്റർ പറഞ്ഞപ്പം നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ഈ ഒരു RTT കുറിച്ച് പറഞ്ഞായിരുന്നു. RTT എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റൗണ്ട് ട്രിപ്പ് ടൈം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മൾ RTT എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ട്രിപ്പ് ടൈം. ആ റൗണ്ട് ട്രിപ്പ് RTT എന്ന് പറഞ്ഞാൽ എന്താണ്, റൗണ്ട് ട്രിപ്പ് ടൈം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ RTT എന്ന് പറയുന്നത് എന്താണ്, ഒരു ജസ്റ്റ് ഒന്ന് ഞാനിവിടെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ നെറ്റ്വർക്ക് പെർഫോമൻസ് പാരാമീറ്ററിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഡാറ്റ എത്തി, അതായത് അതിലെന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഒരു ട്രാൻസ്മിഷൻ റേറ്റ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് പെർഫോമൻസ് പാരാമീറ്റർ പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്, ഇതിലിപ്പം ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ എത്തി, ആ ഒരു ഡാറ്റ അവിടെ റിസീവായി, അതിനുശേഷം അതിനെന്ത് ചെയ്യും, റെസ്പെക്റ്റീവായിട്ട് ഒരു ആക്നോളജ്മെൻറ്റ് റിസീവർ സെൻഡ് ചെയ്യും. ഇതിനെടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ട്രാൻസ്മിഷൻ ടൈം, പ്രോസസ്സിംഗ് ടൈം, പ്രൊപ്പഗേഷൻ ടൈം, ക്യൂയിങ് ടൈം ഒക്കെ നമ്മൾ പറഞ്ഞായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ വാല്യൂ ആണ് എന്ത് പറയുന്നത്, RTT എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഒരു 16 MSS റിസീവറിലേക്ക് എത്തി, അവിടുന്ന് സെൻറ്ററിലേക്ക് ഒരു ആക്നോളജ്മെൻറ്റ് എത്താൻ എടുക്കുന്ന സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ 1 RTT ആയിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത് മാർക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ട്, RTTയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു കൺജഷൻ അവോയ്ഡൻസിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന സെൻറ്ററിൻ്റെ ഡാറ്റ റേറ്റ്, അതായത് സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു 1 + 16 17 MSS ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതായത് +1 RTT കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 17 MSS ആണ് നമ്മൾ അടുത്ത പ്രാവശ്യം സെഗ്മെന്റ്സ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അതിന് റെസ്പെക്റ്റീവ് ആയിട്ടൊരു ആക്നോളജ്മെന്റും വരും. അതെന്താണ്, 17 ആക്നോളജ്മെന്റ് വരും.
ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് നെക്സ്റ്റ് ടൈം എന്താണ് പോവുക, 18 MSS ആണ് പോവുക. അതെങ്ങനെയാ, ഇവിടെ എന്താണ് 1 RTT ആണ് എടുക്കുന്നത്. ഈ 1 + 1 എന്താവും, 1 + 17 എന്താവും, 18 MSS പോവും. അതിന് റെസ്പെക്റ്റീവായിട്ട് എന്ത് വരും, 18 ASIC വരും. അപ്പം ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ഇത് എവിടം വരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിൽ എവിടം വരെ, നമ്മുടെ കഞ്ചഷൻ ഉണ്ടാവാനുള്ള പോയിന്റ്, അതായത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കഞ്ചഷന്റെ എന്താണ് വിൻഡോ സൈസ് വരെ എന്ത് പോവും, ഈ ഒരു ഇൻക്രീസ് നടന്നുകൊണ്ടിരിക്കുക. അതായത് RTT ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 1 ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു അഡീഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആ ടേം ഓർമ്മിച്ച് വെക്കുക, അഡീഷൻ. അതായത് നേരത്തെ എന്താ നടക്കുന്നത്, എക്സ്പോണൻഷ്യൽ അൽഗോരിതം. ഇവിടെ നടക്കുമ്പോൾ എന്താണ്, അതിനെ നമുക്ക് അഡിക്റ്റീവ് അൽഗോരിതം എന്ന് പറയാം. അതായത് ആഡ് ചെയ്താ പോകുന്നത്. അപ്പം 1 RTTയിൽ MS കൂട്ടി എങ്ങനെ ആഡ് ചെയ്ത് എവിടം വരെ പോവും, നമ്മുടെ കഞ്ചഷൻ തുടങ്ങുന്ന പോയിന്റ് അതെന്ത് ചെയ്യാം, നമുക്ക് 131 MSS വരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു അൽഗോരിതം കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്നത്, കഞ്ചഷൻ അവോയ്ഡൻസ് അൽഗോരിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിന്റെ ഡാറ്റ റേറ്റ് ഇൻക്രീസസ് ഇൻ എക്സ്പോണൻഷ്യൽ manner. It depend on the ACK. എന്നിട്ട് എന്ത് ചെയ്താം, നമുക്ക് അടുത്ത് എഴുതാം, ഇറ്റ് കണ്ടിന്യൂ ടിൽ ദ ത്രഷോൾഡ് വാല്യൂ. അതായത് ഇത് ത്രഷോൾഡ് വാല്യൂ വരെ എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തെന്ന് എഴുതി. ഹെൻസ് ഇറ്റ്സ് കോൾഡ് എന്താണ്, എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് അൽഗോരിതം വിളിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും പോയിന്റാണ് ഇതിനകത്ത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം കഴിഞ്ഞു. അടുത്തത് എന്താണ്, കഞ്ചഷൻ അവോയ്ഡൻസ്. അപ്പോൾ അതിലെന്താണ് നമ്മൾ എഴുതേണ്ടത്, ലൈക്ക് ഇറ്റ് സ്റ്റാർട്ട് വൻ ത്രഷോൾഡ് റീച്ച്. അതായത് ത്രഷോൾഡ് റീച്ച് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ RTT, അതായത് റൗണ്ട് ട്രിപ്പ് ടൈം. Its data rate increases based on എന്താണ്, അഡീഷൻ. അതായത് അഡിക്റ്റീവ് ഇൻക്രീസ് ആണ് നടക്കുന്നത്, അഡീഷൻ. അപ്പോൾ അഡീഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അഡീഷൻ ബേസ്ഡിലാണ് ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഹെൻസ് ഇറ്റ് കോൾഡ് അഡിറ്റീവ് ഇൻക്രീസ് അൽഗോരിതം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള എന്താണ്, നമ്മളിപ്പം എവിടെ എത്തി, കഞ്ചഷൻ വിൻഡോ സൈസ് റീച്ച് ആയി. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് കഞ്ചഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ കഞ്ചഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ കഞ്ചഷൻ അവോയ്ഡൻസ് അൽഗോരിതം എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്, കഞ്ചഷൻ വിൻഡോ എത്തിന്ന് ഉള്ള ഒരു പോയിന്റിലാണ്. അതായത് കഞ്ചഷൻ വിൻഡോന്റെ പോയിന്റ് നമ്മൾ പറഞ്ഞത് 31 MSS എന്നുള്ള പോയിന്റ്. അതായത് അടുത്തൊരു പോയിന്റിൽ എന്ത് ചെയ്യാം, കഞ്ചഷൻ സംഭവിച്ചേക്കാം. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഞ്ചഷൻ വിൻഡോന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, 3200 bytes ആണ് നമ്മൾ ഓൾറെഡി ഇനീഷ്യലി നമുക്ക് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, കഞ്ചഷൻ നടക്കണമെന്നില്ല. കഞ്ചഷൻ എന്ത് ചെയ്യാം,
ചിലപ്പം അടുത്തൊരു 34 അല്ലെ 3500 ബൈറ്റ്സിലോ ആണ് എന്ത് ചെയ്യുന്നത് കൺജഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ കൺജഷൻ ഡിറ്റക്ഷനിൽ 2 കേസ് വരുന്നുണ്ട്. ആ 2 കേസ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ് പറയുന്നത്, 31 MSSൽ എന്ത് ചെയ്തു, നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. സപ്പോസ് ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ടൈം ലോസ്റ്റ് ആവുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗ്ലോബൽ ടൈമർ, അതായത് ഗ്ലോബൽ ടൈമർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ RTT എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, ഫ്ലോ കൺട്രോളൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ഡാറ്റ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു സെൻഡറും റിസീവർ എന്ത് ചെയ്യും, ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു. ആ വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഗ്ലോബൽ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു ടൈമർ എക്സ്പയർ ആകുമ്പോൾ അത് എന്ത് ചെയ്യും, അടുത്തൊരു ഡാറ്റയെ എക്സ്പെക്ട് ചെയ്യും. അപ്പം ഇവിടെ നോക്കുക, അപ്പോൾ 31 MSS എന്ന് പറയുന്ന സെഗ്മെന്റ് എന്ത് ചെയ്തു, ഇവിടെ ലോസ്റ്റ് ആയി. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, ഒരു ഗ്ലോബൽ ടൈമർ വെച്ചു. ആ ഒരു ഗ്ലോബൽ ടൈമർ എക്സ്പയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്തു, അടുത്തൊരു സെഗ്മെന്റ് റീച്ച് ആയി. അതെന്ത് ചെയ്തു, 32 MSS റീച്ച് ആയി. അതായത് നമുക്കറിയാം എന്താണ്, TCP/IP സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ സെഗ്മെന്റ്. Sender does not want to wait till acknowledgement. അതായത് acknowledgementന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം നമുക്ക് എന്തായിരുന്നു ഓൾറെഡി അറിയാം, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, TCP/IP പഠിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു, അടുത്തൊരു 32 MSS വന്നു. അപ്പം നമ്മൾ വേറൊരു പോയിന്റും കൂടെ പറഞ്ഞിരുന്നത് എന്താണ്, ഇറ്റ് ക്യാൻ ഓൺലി സെൻഡ്, അതായത് ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ ഡാറ്റ, ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി സെൻഡ് എന്താണ്, റിസീവർക്ക് ഓൺലി സെൻഡ് ഇൻ ഓർഡർ ആക്നോളജ്മെന്റ്. അതായത് ഇൻ ഓർഡർ ആക്നോളജ്മെന്റ് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു റിസീവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ റിസീവർ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ ഒരു 31 acknowledgement, അതായത് ഇതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 31 acknowledgement എന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ACK എന്ന് പറയാം. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ട്രാൻസ്മിഷൻ നടക്കുന്നു. എന്താണ്, 33 MSSന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നു. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ലോസ്റ്റ് ആയ ഡാറ്റ അല്ല കിട്ടുന്നത്. അപ്പോഴും എന്ത് ചെയ്തു, ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതായത് സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആക്നോളജ്മെന്റ് എന്ത് ചെയ്തു, ജനറേറ്റ് ആവുന്നു. 31 acknowledgement ജനറേറ്റ് ആവുന്നു. അപ്പം ഇതെന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, സെക്കൻഡ് ടൈമുള്ള ഡ്യൂപ്ലിക്കേറ്റ് ACK എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യാം, സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ACK എന്ന് എഴുതാം. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, നെക്സ്റ്റ് ടൈം വീണ്ടും അതേപോലെ ഒരു അക്നോളജ്മെന്റ്, അതായത് ഒരു ഡാറ്റയെ സെൻഡ് ചെയ്യുന്നു. അതെന്താണ് 34 MSS. അതിനും എന്ത് ചെയ്യുന്നു, ഒരു തേർഡ് ഡ്യൂപ്ലിക്കേറ്റ് ACK സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്ത് ചെയ്തു, തേർഡ് ഡ്യൂപ്ലിക്കേറ്റ് ACK കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം അവിടെ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 MSS, അതായത് 31st സെഗ്മെന്റ് ലോസ്റ്റ് ആയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടും ഡാറ്റ വരുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, അവിടെ കൺജഷൻ സംഭവിച്ചിട്ടില്ല, ഡാറ്റയെ ലോസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലാക്കണം, അവിടെ കൺജഷൻ സംഭവിച്ചിട്ടില്ല. അതെന്താണ്, ഒരു വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കേസ് 1 എഴുതാം. എന്താണ്, വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ. അതായത് ഫസ്റ്റ് കേസ് ഇവിടെ വന്നു, കൺജഷൻ. അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കിയത്, എപ്പോഴായിരുന്നു, when 3 ഡ്യൂപ്ലിക്കേറ്റ് ACK came. അതായത് 3 ഡ്യൂപ്ലിക്കേറ്റ് ACK വന്നു. അപ്പോഴാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ്,
നമ്മുടെ ഇതാണ് എന്ത് ചെയ്തത്, ലോസ്റ്റ് ആയത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, 32 എത്തി, 33 എത്തി, 34 എത്തി. അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ACK ജനറേറ്റ് ആവുന്നുണ്ട്, സെക്കൻഡ് തേർഡ് ഡ്യൂപ്ലിക്കേറ്റ് ACK. അപ്പൊ ഈ ഒരു തേർഡ് ഡ്യൂപ്ലിക്കേറ്റ് ACK ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയും, വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ എന്ന് പറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കൺജഷൻ്റെ ഈ ഒരു വീക്ക് പോസിബിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം, തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെത്തേഡ് സ്വീകരിക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് വിൻഡോ സൈസിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതായത് നമ്മുടെ സെന്ററിന്റെ വിൻഡോ സൈസിന് എന്താക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പ്രസന്റ് വിൻഡോ സൈസ് ആക്കി മാറ്റും. അതായത് ഇപ്പൊ ഏതൊരു പ്രസന്റിൽ ഏതൊരു വാല്യൂവിലാണ് കൺജഷൻ നടന്നിട്ടുള്ളത് ആ ഒരു പ്രസന്റ് വിൻഡോ സൈസിന്റെ ഹാഫ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെന്റർ വിൻഡോ സൈസിനെ സെറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു ഇക്വേഷൻ അർത്ഥാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രസന്റ് വിൻഡോ സൈസിനെ എന്ത് ചെയ്യും, ഹാഫ് ആക്കും. അതെന്ത് ചെയ്യും, സെന്റർ വിൻഡോ സൈസ് അത് സെറ്റ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞപ്പം 3200 ബൈറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, ലെറ്റ്സ് സേ നമ്മളെ അതായത് 32 MSSലാണ് നമ്മളെ ഡാറ്റ ഫസ്റ്റ് ലോസ്റ്റ് ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നതെന്ന് വെച്ചോ. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പ്രസന്റ് വിൻഡോ സൈസ് എന്ന് വിളിക്കുന്നത്. അപ്പം 32/2 എന്ന് പറയുന്നത് എന്താണ്, 16 MSS. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 16 MSS ആക്കും എന്ത്, വിൻഡോ സൈസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മൾ എവിടെയാണ് കൺജഷൻ ആദ്യം വീക്ക് പോസിബിലിറ്റി കണ്ടുപിടിച്ചത്, 32 MSSൽ കണ്ടുപിടിച്ചെന്ന് വെച്ചോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന് നേരെ തിരിച്ച് എന്ത് ചെയ്യും, അടുത്ത നെക്സ്റ്റ് ടൈം 16 MSS ആക്കിയിട്ട് സെറ്റ് ചെയ്യാം, ഹാഫ് ഓഫ് ദ പ്രസന്റ് വിൻഡോ സൈസ്. എന്നിട്ട് അത് സെൻഡ് ചെയ്യും. അത് പിന്നെ വർക്ക് ചെയ്യും ഏത് അൽഗോരിതത്തിന്റെ ബേസിലാ, കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതത്തിന്റെ ബേസിലായിരിക്കും അത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്കറിയാം കൺജഷൻ അവോയ്ഡൻസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, 1 RTTനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഫസ്റ്റ് 16ന്റെ അക്നോളജ്മെന്റ് വന്നു, അതെന്ത് ചെയ്തു, 1 RTT, 1 + 16 17. അപ്പൊ എന്ത് ചെയ്യും, ഇതിങ്ങനെ തുറന്നുകൊണ്ടേ പോകും എവിടം വരെ, നെക്സ്റ്റ് ടൈം കൺജഷന്റെ എന്ത് വീക്ക് പോസിബിലിറ്റി ഉണ്ടാവുന്നവരെ കൺജഷൻ അവോയ്ഡൻസ് വർക്ക് ചെയ്യും. അതായത് ഒരു സൈക്കിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്തു, സ്ലോ സ്റ്റാർട്ടിൽ വന്നു. ആ സ്ലോ സ്റ്റാർട്ടിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്, സ്ലോ സ്റ്റാർട്ടിൽ വന്നു, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്തു ഡാറ്റ റേറ്റ്. അതിനുശേഷം ഒരു ത്രഷോൾഡ് പോയിന്റ് എത്തിയപ്പം അവിടെ എന്ത് ചെയ്തു, അഡിക്റ്റീവായിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ആയി വന്നു. അത് പിന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു വീക്ക് പോസിബിലിറ്റി കണ്ടപ്പം കേസ് ഫസ്റ്റ് വീക്ക് പോസിബിലിറ്റി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഹാഫ് ആക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു പ്രസന്റ് വിൻഡോ സൈസിനാക്കി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതത്തിനെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, കൺജഷൻ ഡിറ്റക്ഷന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ്, ഇനി യഥാർത്ഥത്തിൽ കൺജഷൻ സംഭവിക്കുക എന്നുള്ള ഒരു അവസ്ഥ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നു, കേസ് 2 എന്ന് പറയുന്നത് ആക്ച്വൽ കൺജഷൻ സംഭവിക്കുന്ന പോയിന്റ്. അതായത് ആക്ച്വൽ കൺജഷൻ സംഭവിക്കുന്ന പോയിന്റിനെ നമുക്ക് എന്ത് പറയാം, സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് കൺജഷൻ എന്ന് വിളിക്കാം. സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് കൺജഷൻ എന്ന് വിളിക്കാം. അതായത് ഫസ്റ്റ് മെഷർ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഇപ്പോൾ 32 MSSൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഡാറ്റ വീക്ക് പോസിബിലിറ്റി ഫസ്റ്റ് കണ്ടപ്പം നമ്മൾ അതിനെ ഹാഫ് ആക്കിയിട്ട് എന്ത് ചെയ്തു, അടുത്ത സമയത്തുള്ള എന്താക്കി 16 MSS ആക്കി. അതായത് നമ്മളിവിടെ കണ്ടിച്ച പോലെ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്തത്, ആദ്യം ഡാറ്റ ലോസ്റ്റ് ആയത് ഈ ഒരു 32 MSSലാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ നിങ്ങൾ ഇതിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ, എന്ത് 31 MSSൽ. ലെറ്റ്സ് ഒരു ഹാഫ് ആക്കാനുള്ള എളുപ്പത്തിലാണ് ഞാൻ അത് 32 MSS ആയിട്ട് എടുത്തത്. അപ്പോൾ 32 MSSലാണ് ലോസ്റ്റ് ആവുന്നതെങ്കിൽ 3 എന്ത് വരും, ഡ്യൂപ്ലിക്കേറ്റ് ACK വന്നാലാണ് നമ്മൾ എന്ത് കൺഫേം ചെയ്യുക, അതൊരു വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ ആണെന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സെൻട്രൽ വിൻഡോ സൈസിനെ ഹാഫ് ഓഫ് ദ പ്രസന്റ് വിൻഡോ സൈസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്തായി, ഹാഫ് ഇൻറ്റു 32. അപ്പോൾ 16 MSSലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം അപ്ലൈ ചെയ്യും. ഇതാണ് ഇതിന്റെ മെഷർ എന്ന് പറയുന്നത്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, റിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ച്വൽ കൺജഷൻ ഒക്കെ ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം, സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ എന്ന് പറയാം. എന്നിട്ട് അതിലെന്ത് ചെയ്യുന്നു,
നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അതിനെന്ത് ചെയ്യും, റെഡ്യൂസ് ടു 1 MSS. അതായത് നമ്മൾ തുടങ്ങിയ ഏതൊരു പോയിന്റ് ആണോ ആ ഒരു തുടങ്ങിയ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ത്രഷോൾഡും കൂടെ എന്ത് ചെയ്യും, ത്രഷോൾഡിനെ നമ്മൾ എടുത്തിട്ട് ഹാഫ് ചെയ്യും. എന്തിന്റെ ബേസിൽ, എവിടെയാണ് ആക്ച്വൽ കൺജഷൻ നടന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും, 1 MSS തുടങ്ങും, അതായത് ബാക്ക് ടു 1 MSS. എന്നിട്ട് അവിടെ എന്താണ് തുടങ്ങാൻ പോകുന്നത്, നമ്മൾ ആദ്യത്തെ പോലെ തന്നെ സ്ലോ സ്റ്റാർട്ട്, പിന്നെ ഒരു ത്രഷോൾഡ് റീച്ച് ആകുമ്പോൾ എന്ത് ചെയ്യും, കൺജഷൻ അവോയ്ഡൻസ്. അങ്ങനെ ഒരു സർക്കിളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കൺജഷൻ ഡിറ്റക്ഷനിൽ വീക്ക് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ. എപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടെന്ന്, 3 ഡ്യൂപ്ലിക്കേറ്റ് ACK നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളെന്ത് മനസ്സിലാക്കുന്നത്, വീക്ക് പോസിബിലിറ്റി ആണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റർ വിൻഡോ സൈസിനെ ഹാഫ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, കൺജഷൻ അവോയ്ഡൻസ് അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ കൺജഷൻ അവോയ്ഡൻസ് അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് ടൈം ഡാറ്റ റിയൽ ആയിട്ട് ലോസ്റ്റ് ആയി, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ കൺജഷൻ എന്ന് പറയും, അതായത് സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ എന്ന് പറയും. അപ്പോൾ ഉള്ള വിൻഡോ സൈസ് ഏതാണോ അതിന് നമുക്ക് എന്താക്കാം, ത്രഷോൾഡ് ആയിട്ട് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രസന്റ് വിൻഡോ സൈസ് നമ്മൾ തിരിച്ച് എവിടത്തേക്ക് തന്നെ പോകും, 1 MSSലേക്ക് പോകും. അതായത് 1 MSS എന്തായിരുന്നു, 100 bytes. അപ്പൊ ഇതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യും, 1 MSS എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം നമ്മൾ എന്ത് ചെയ്യും, അവിടെ അപ്ലൈ ചെയ്യും. അപ്പം ഇതാണ് എന്ത് പറയുന്നത്, കൺജഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഈ ഒരു സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിലാണ്. അപ്പോൾ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്, സ്ലോ സ്റ്റാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്ലോ സ്റ്റാർട്ടിന്റെ അൽഗോരിതം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, നമ്മുടെ അക്നോളജ്മെന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ്, ഇറ്റ്സ് എൻ എക്സ്പോണൻഷ്യൽ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എന്ത് വിളിച്ചു, എക്സ്പോണൻഷ്യൽ അൽഗോരിതം എന്ന് വിളിച്ചു. സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം വർക്ക്സ് ടിൽ എവിടം വരെ, ത്രഷോൾഡ് വാല്യൂ വരെ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റിലേക്ക് പോയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. ആ ഒരു പോയിന്റിൽ ഇതാണ് ത്രഷോൾഡ് ഉള്ള പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് 1 RTT, അതായത് റൗണ്ട് ട്രിപ്പ് ടൈമിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതെന്താണ്, അഡിക്റ്റീവ് ഇൻക്രീസ് ആണെന്നുള്ള പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ അതിനെ വിളിച്ചു അഡിക്റ്റീവ് ഇൻക്രീസ് അൽഗോരിതം എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വന്നു, ഏതാണ്, ആ ഒരു പോയിന്റിൽ ശേഷം നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് എന്താണ്, നമ്മുടെ കൺജഷൻ ഡിറ്റക്ഷൻ ആണ്. അവിടെ നമ്മൾ 2 കേസിനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്താണ്, വീക്ക് പോസിബിലിറ്റിയും അതേപോലെ തന്നെ എന്തും സ്ട്രോങ് പോസിബിലിറ്റിയും നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ ഹാഫ് ആക്കുക. ഈ ഒരു സ്ട്രോങ്ങിലായാലും വീക്ക് പോസിബിലിറ്റിയിലായാലും നമ്മൾ ചെയ്യുന്നത് എന്താ, ഹാഫ് ആക്കുക. അപ്പൊ ഹാഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ് അൽഗോരിതം എന്ന് വിളിക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രീസ് അൽഗോരിതം. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ജനറലൈസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊരു പോയിന്റ് നോക്കാം. അപ്പൊ എങ്ങനെ നോക്കാം, ഫസ്റ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് MSSൽ ഞാൻ തുടങ്ങി. അപ്പം ഞാൻ ഡയഗ്രാം വരയ്ക്കുന്നില്ല, ജസ്റ്റ് നോക്കാം. അപ്പോൾ 1000 bytes ആയി. ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, സ്ലോ സ്റ്റാർട്ട് തുടങ്ങുന്നു. സ്ലോ സ്റ്റാർട്ട് തുടങ്ങുമ്പോൾ എന്താണ്, 2 ആയി, 200 bytes ആയി, 300 bytes, 300 അല്ല 400 bytes, അതായത് 2 raised to 3, അതായത് 800 bytes. അതേപോലെ എന്താണ് 1600 bytes എത്തി. 1600 bytes എത്തിയപ്പോൾ എന്ത് ചെയ്തു, ത്രഷോൾഡ് റീച്ച് ചെയ്തു. ഇനി എന്ത് അപ്ലൈ ചെയ്യണം, നമ്മുടെ കൺജഷൻ അവോയ്ഡൻസ് അപ്ലൈ ചെയ്യണം. അതെന്തിൻ്റെ ബേസിലാണ്, അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺജഷൻ അവോയ്ഡൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു, കൺജഷൻ അവോയ്ഡൻസ്, അതായത് അഡിക്റ്റീവ് ഇൻക്രീസ് തുടങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, 700 bytes, അതേപോലെ 1800 bytes, 1900 bytes, 200 bytes, ടിൽ എവിടം വരെ, നമ്മുടെ കൺജഷൻ്റെ പോയിന്റ് വരെ 300 bytesലെത്തി. ഇവിടുന്ന് എന്താവും, നമുക്ക് ഫസ്റ്റ് വീക്ക് പോസിബിലിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നേരെ എന്ത് ചെയ്യും, ഹാഫ് ആക്കുമെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് നമുക്ക് വീക്കാണ് കിട്ടുന്നതെന്ന് വെച്ചോ, വീക്ക് പോസിബിലിറ്റി ഓഫ് കൺജഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 300നെ ഹാഫ് ഇൻറ്റു പ്രസന്റ് വിൻഡോ സൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രസന്റ് വിൻഡോ സൈസ് നമുക്ക് കൺജഷൻ ഫസ്റ്റ് വീക്ക് പോസിബിലിറ്റി കിട്ടിയത് എവിടെയാണ്, 300 bytesലാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 300 എന്ത് ചെയ്യുന്നു, 1600 bytes. അപ്പോൾ എന്ത് ചെയ്യുന്നു, 1600 bytes എഴുതി. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് അപ്ലൈ ചെയ്യുന്നു,
കൺജഷൻ അവോയ്ഡൻസ്. കൺജഷൻ അവോയ്ഡൻസ് വെച്ചാൽ അഡിക്റ്റീവ് അൽഗോരിതം 1700 1800 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ എടുത്തും 300 എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് പിന്നും പറ്റുന്നു? സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ, അതായത് ആക്ച്വൽ കൺജഷൻ ഇവിടെ നടന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആക്ച്വൽ കൺജഷൻ നടന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? രണ്ടാമത്തെ കേസ് പ്രകാരമുള്ള ഇതിൽ അപ്ലൈ ചെയ്യും. അപ്പൊ എന്തും ഈ ഒരു 3-200 നേരെ അതെന്ത് ചെയ്യും? റെഡ്യൂസ് ടു ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 1 MSS ആക്കി മാറ്റി. അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നെ തിരിച്ചെത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹാഫ് ഓഫ് ദ പ്രസന്റ് വിൻഡോ സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ത്രഷോൾഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ആ ത്രഷോൾഡ് എന്തായിരുന്നു? നേരത്തെ ത്രഷോൾഡ് 1600 ബൈറ്റ്സ് ആയിരുന്നു. ഇപ്പം അതെന്താവും? നമ്മുടെ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്ട്രോങ് കൺജഷൻ അപ്ലൈ ആവുന്നത് മേ ബി 1800 തന്നെ എന്ത് ചെയ്തു? സ്ട്രോങ് കൺജഷൻ ഇങ്ങനെ ഒരു ഈ ഒരു സ്ട്രോങ് കൺജഷൻ അപ്ലൈ ആയി എന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് പോസിബിലിറ്റി 1800 വരികയാണെങ്കിൽ എന്ത് ചെയ്തു? ഇത് ഹാഫ് ഇൻറ്റു പ്രസന്റ് വിൻഡോ സൈസ് കൊടുക്കുന്നു. അപ്പോൾ ഹാഫ് ഇൻറ്റു 1800 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 900 ബൈറ്റ്സ്. അതായത് കൺജഷൻ ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പം ഇതൊരു ഇപ്പം ഞാൻ ചെയ്തു വന്നപ്പോഴുള്ളൊരു ഞാനിവിടെ 3-200 ആണെങ്കിൽ എനിക്ക് ത്രഷോൾഡ് 1600 തന്നെയായിട്ട് ഞാൻ സെറ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ അത് ഞാൻ മാറ്റി 1800 ആക്കിയപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺജഷൻ ഏതൊരു പോയിന്റിലും സംഭവിക്കാം. കൺജഷൻ ക്യാൻ ഹാപ്പൻ അറ്റ് എനി പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൺജഷൻ ഏത് പോയിന്റിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് 2 കേസ് വന്നത്. ആ കേസ് കൊണ്ട് നമ്മൾ വീക്ക് പോസിബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3 ആക്നോളജ്മെന്റ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ആ 3 ആക്നോളജ്മെന്റ് വരികയാണെങ്കിൽ അതിനെ വീക്ക് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു ആക്നോളജ്, അതായത് അതിന് ശേഷം പിന്നെ ഡാറ്റ വരുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന് കൺജഷനെ നമ്മൾ സ്ട്രോങ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് നമുക്ക് 2 കേസ് വന്നത്. അത് ഓർമ്മിച്ച് നോക്കുക. കൺജഷൻ ക്യാൻ ഹാപ്പൻ ഇൻ എനി പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 1800 കൺജഷൻ ആക്ച്വൽ കൺജഷൻ വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? റെഡ്യൂസ്ഡ് 1 MSS ഫസ്റ്റിലേക്ക് നമ്മൾ പോയി സ്ലോ സ്റ്റാർട്ട് അപ്ലൈ ചെയ്തു. ഹാഫ് ഇൻറ്റു പ്രസന്റ് വിൻഡോ സൈസിനെ ത്രഷോൾഡായി സെറ്റ് ചെയ്തു. ഹാഫ് ഇൻറ്റു 1800 900 ബൈറ്റ്സ് ആയിരിക്കും എന്ത് പറയുന്നത്? നമ്മുടെ പുതിയ ത്രഷോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്ത് ചെയ്യും? ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? 1 MSS 100 ബൈറ്റ്സ് 200 ബൈറ്റ്സ് അങ്ങനെ എക്സ്പോണൻഷ്യലായിട്ട് 900 എത്തുമ്പോൾ പിന്നും എന്ത് ചെയ്യും? അവിടെ കൺജഷൻ അവോയ്ഡൻസ് പിന്നും അതിങ്ങനെ അഡിക്റ്റീവ് ആവും. അപ്പോൾ ഇതൊരു ഇങ്ങനൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ആക്ച്വലായിട്ട് ഇതാണ് എന്ത് പറയുന്നത്? എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആക്ച്വൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഒരു ഗ്രാഫിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇതൊന്നും എക്സാമിന് ഈ ഒരു ഗ്രാഫിക്കലായിട്ടൊന്നും ചോദിക്കില്ലെങ്കിലും നമ്മളിപ്പോൾ പഠിച്ചത് പൂർണ്ണമായി പഠിക്കാനുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കൺജഷൻ അവോയ്ഡൻസ് അപ്ലൈ ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 3 ആക്നോളജ്മെന്റ് ഉണ്ടാവുന്നു. അതായത് മൂന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആക്നോളജ്മെന്റ് ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വീക്ക് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രസന്റ് വിൻഡോ സൈസ്, അതായത് ഇതിപ്പോൾ ഒരു 3-200 എത്തിയെങ്കിൽ ഇത് എന്ത് ചെയ്യും? നേരെ റെഡ്യൂസ് ആയിട്ട് ഇവിടെ എത്തും. അവിടുന്ന് വീണ്ടും എന്ത്? കൺജഷൻ അവോയ്ഡൻസ്, അതായത് അഡിക്റ്റീവ് ഇൻക്രീസ് ഇത് ചെയ്തതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ എന്താവുന്നു? അടുത്തൊരു വീക്ക് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ തന്നെ അപ്ലൈ ആവുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? അഡിക്റ്റീവ് ഇൻക്രീസ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്ട്രോങ് പോസിബിലിറ്റി ഓഫ് ദ കൺജഷൻ വരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇതിനെ താത്തി 1 MSS തന്നെ എത്തിച്ച് എന്നിട്ട് നമ്മൾ ത്രഷോൾഡും മാറ്റി സെറ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും? സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം. അതിനുശേഷം ത്രഷോൾഡിന് ശേഷം എന്ത്? കൺജഷൻ അവോയ്ഡൻസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺജഷൻ കൺട്രോളിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 3 അൽഗോരിതത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ഇതിൻ്റെ പോയിന്റ്സും നോട്ട്സൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ട്സ് വായിച്ചു ക്ലാസ് കേട്ടിട്ട് ആ നോട്ട്സ് വായിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രെപ് സ്കെയിലിൻ്റെ പുതിയൊരു ബാച്ച്, അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി ബാച്ച് 7 ഉണ്ട്. ആ ബാച്ച് 7 കൂടാതെ ഇപ്പം നമുക്കൊരു ബാച്ച് 8 കൂടെ നമ്മൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത്
പുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് 8ലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ബാച്ച് 8ലേക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഓഗസ്റ്റോ സെപ്റ്റംബറിലോ ആണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൈം എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു ഗൈഡൻസോടെ തന്നെ എന്ത് ചെയ്യാം, HST കമ്പ്യൂട്ടർ സയൻസ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.